എല്ലാവർക്കും PS വേൾഡ് ഫോർ യുവിലേക്ക് സ്വാഗതം. ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമുക്ക് ഈസി ആയ ഒരു ചിക്കൻ ബിരിയാണി തയ്യാറാക്കിയാലോ? എല്ലാവർക്കും അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ട് നമുക്ക് ഈസി ആയിട്ട് കുക്കറിൽ ഉണ്ടാക്കി നോക്കാം കേട്ടോ. അപ്പോൾ അതിലേക്കായി സവോള, തക്കാളി, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, പച്ചമുളക് ഇത്രയുമാണ് ആവശ്യം. പിന്നെ പട്ട, ഗ്രാമ്പു, പെരിഞ്ജീരകം, ഏലക്ക, കുരുമുളക് കുറച്ച്, ഇത്രയാണ് ആവശ്യം. നമുക്കിനി കുക്കർ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. ചൂടായ ശേഷം നമുക്ക് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ചു കൊടുക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ കൂടി ആഡ് ചെയ്യാം. ഓയിൽ ഉപയോഗിക്കുന്നവർ ഓയിൽ ഉപയോഗിക്കാം. ഞാൻ വെളിച്ചെണ്ണയാണ് ഇവിടെ എടുത്തത്. എണ്ണ നന്നായി ചൂടായി വരുന്ന സമയത്ത് നമുക്ക് പട്ട, ഗ്രാമ്പു, ഏലക്കായ്, കുറച്ച് കുരുമുളക്, പെരിഞ്ജീരകം ഇത്രയും ഒന്നിട്ട് കൊടുക്കാം. ഇതെല്ലാം ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് അരിഞ്ഞു വെച്ച സവോള ഇതിൻ്റെ കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. സവോള വേഗം ഒന്ന് വഴഞ്ഞ് കിട്ടാൻ വേണ്ടി നമുക്ക് കുറച്ച് പൊടിയുപ്പ് ആഡ് ചെയ്താൽ മതി. എന്നിട്ട് കുറച്ച് നേരം ഒന്ന് ഇളക്കി കൊടുക്കണം. സവോള നന്നായി വഴന്ന് വരണം കേട്ടോ. അതിനുശേഷം നമുക്കിതിലേക്ക് പച്ചമുളകും തക്കാളിയും ആഡ് ചെയ്ത് കൊടുക്കാം. തക്കാളിയും പച്ചമുളകൊക്കെ ഒന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. തക്കാളിയും പച്ചമുളകൊക്കെ നന്നായി വഴന്ന ശേഷം ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് നമുക്ക് ആഡ് ചെയ്യാം. ശരിക്കും ഒരു ബിരിയാണി എന്ന് പറയുന്നത് സ്റ്റാർട്ടിങ്ങിൽ ചിക്കൻ കറി വെക്കുന്ന പോലെയും ഈ ഉള്ളിയൊക്കെ വഴറ്റി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇടുന്നത് വരെ ചിക്കൻ കറി വെക്കുന്ന അതേ പ്രക്രിയ തന്നെയാണ്. അതിന് ശേഷം നമ്മൾ ഉപ്പുമാവ് ഉണ്ടാക്കില്ലേ, അതുപോലെയാണ്. അപ്പം അത്ര എളുപ്പമാണ്. ഫസ്റ്റ് ചെയ്യുന്നവർക്ക് ചെറിയൊരു ബുദ്ധിമുട്ടുണ്ടാവും. അപ്പോൾ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റൊക്കെ ഇട്ടു നന്നായി ഒന്ന് വഴറ്റി കൊടുക്കുന്നുണ്ട്. ഇതൊന്ന് മൂത്ത് വരുന്ന സമയത്ത് നമുക്ക് മുളക് പൊടി, കുറച്ച് മല്ലിപ്പൊടി, മഞ്ഞൾപ്പൊടി വേണമെങ്കിൽ അതും കുറച്ചിട്ട് കൊടുക്കാം. ഇതൊക്കെ ഓപ്ഷനിലാണ് കേട്ടോ. പൊടി വേണ്ട, മുളക് തന്നെ മതി എന്നുണ്ടെങ്കിൽ നമുക്ക് പച്ചമുളക് കുറച്ച് കൂടുതൽ ഇടണമെന്നേ ഉള്ളൂ. അപ്പോൾ ഞാൻ ചിക്കൻ ഇതിൽ തന്നെ ആഡ് ചെയ്തിട്ടുള്ള ബിരിയാണി ആയതുകൊണ്ടാണ് മുളക് പൊടിയും മല്ലിപ്പൊടിയൊക്കെ ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതെല്ലാം ഒന്ന് വഴഞ്ഞ് പച്ച മണമൊക്കെ പോയ ശേഷം നമുക്ക് ചിക്കൻ ആഡ് ചെയ്യുന്നുണ്ട് കേട്ടോ. ചിക്കൻ ഉപ്പും മുളകും എല്ലാം തിരുമ്പി വെച്ചതാണ് കേട്ടോ. ഞാൻ ഓൾറെഡി ചിക്കൻ ഗ്രേവി വെക്കുന്നത് കൊണ്ട് ഇതിൽ കുറച്ച് മണത്തിന് വേണ്ടി മാത്രം കുറച്ച് കഷ്ണം ഇട്ടിട്ടുള്ളൂ ചിക്കൻ്റെ. നമുക്ക് ഗ്രേവിയൊന്നും വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് നിറയെ ചിക്കൻ ഇട്ട് വെച്ചാൽ നമുക്ക് വേറെ കറികളൊന്നും ഇല്ലെങ്കിലും റൈസ് കഴിക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ എല്ലാം ഒന്ന് വഴന്ന് വന്ന ശേഷം നമ്മൾ വെള്ളം ഒഴിച്ചിട്ടുണ്ട്. 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളം, ആ രീതിയിലാണ് എടുത്തത്. പിന്നെ നമ്മൾ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നോക്കിയിട്ട് ഉപ്പ് വേണമെങ്കിൽ വീണ്ടും ആഡ് ചെയ്യാം. അതിനുശേഷം കുറച്ച് മല്ലിയിലയും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരൊറ്റ വിസിൽ, അത്ര മതി. സിമ്മിലാക്കിയിട്ട് ഒരൊറ്റ വിസിൽ അത്രേ വേണ്ടുള്ളൂ. പുതിനയിലയും മല്ലിയിലേൻ്റെ കൂടെ ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത്രയേ ഉള്ളൂ, ഈസിയാണ്. നമ്മൾ ചിക്കൻ ഇതിൻ്റെ കൂടെ തന്നെ ഇടുന്നത് കൊണ്ട് തന്നെ നല്ല മണമാണ്, നല്ല ടേസ്റ്റ്. കറി ഇല്ലെങ്കിലും നമുക്ക് കഴിക്കാൻ പറ്റും, അത്ര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ബിഗിനേഴ്സിനൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന റൈസാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. ബായ്, സപ്പോർട്ട് ചെയ്യണേ.